എല്ലാവർക്കും ഉള്ള പടമല്ല. ഒന്നും പ്രതീക്ഷിച്ച് വരണ്ട നിങ്ങൾ. നല്ല നൈസ്ലി ക്രാഫ്റ്റഡ് മൂവി. അത് ഇച്ചിരി കൂടെ സിനിഫൈലായിട്ടുള്ള അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ വലിയ പ്രതീക്ഷയോടെത്തിയ ഫാൻസിൻ്റെ റിവ്യൂവും റെസ്പോൺസും ഒക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്കറിയാനുള്ളത് നോർമൽ ഓഡിയൻസും ഫാമിലി ഓഡിയൻസും ഒക്കെ ഒരു ലാലേട്ടൻ സിനിമ കാണാൻ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ റിവ്യൂ ഒന്നും അറിയാതെ വന്ന ഓഡിയൻസിന് ഈ ഒരു പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ മലൈക്കോട്ടെ വാലിബൻ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്തോ. നേരെ മലൈക്കോട്ടെ വാലിബൻ റിവ്യൂയിലേക്ക്. ടോട്ടലി പടം മോശമില്ല എന്ന് പറയാം. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മോശമില്ലാത്ത പടം. ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചത്. എല്ലാവർക്കും ഉള്ള പടമല്ല, അത് മാത്രമേ എനിക്ക് പറയാം. എന്നാലും എല്ലാവരും തൃപ്തിപ്പെടുമോ? എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല പുള്ളി ഇത് ചെയ്തേക്കുന്നതെന്നുള്ളത് മനസ്സിലാവും. ചേട്ടന് ഇഷ്ടപ്പെട്ടു? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നൈസ്ലി ക്രാഫ്റ്റഡ് മൂവി. മധു നീലാണ്ടൻ്റെ സിനിമാറ്റോഗ്രാഫി എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവാം നമുക്ക് സിനിമയിലുണ്ടാക്കിയ ക്രാഫ്റ്റും ഇതുമെല്ലാം എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേർക്ക് സാറ്റിസ്ഫൈഡ് ആവാതെ വരുമായിരിക്കും. ജോസ് പല്ലിശ്ശേരി പടമല്ലേ, അതുകൊണ്ട് എല്ലാം ഇഷ്ടപ്പെടുന്നതാണോ? എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറയുന്നില്ല. അത് LJP പടമല്ലേ, അതുകൊണ്ട് അങ്ങനെ പറയാൻ നമുക്ക് പറ്റത്തില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ എങ്ങനെ ഉണ്ടായി? കഥയൊക്കെ സെക്കൻഡ് ഹാഫ് കഥ ദഹിക്കാൻ കുറച്ച് പേർക്ക് പാടായിരിക്കും. സ്പോയിലർസിലോട്ട് എത്തുന്നില്ല, എന്നാലും എല്ലാവരും രണ്ടാം ഭാഗം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിന് വെയിറ്റ് ചെയ്തിരിക്കും. പടം പ്രതീക്ഷ അത്ര ഇല്ലായിരുന്നു, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. പടം എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ കുറേ സംഭവങ്ങൾ പ്രതീക്ഷിച്ചിട്ട് അത്രയും മാസമായിട്ട് വന്നിട്ടില്ല. മേക്കിംഗ് നല്ലതായിരുന്നു, പക്ഷേ സ്ക്രിപ്റ്റിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് തോന്നി. സ്ക്രിപ്റ്റിനകത്ത് പ്രശ്നമായിരുന്നു. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു LJP പടമാകുമ്പോൾ ഒരു വെറൈറ്റി പ്രതീക്ഷ തന്നെയാണോ വന്നത്? അങ്ങനെ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷേ കുറച്ചുകൂടെ ലൈക്ക് ആ ഒരു മാസിലെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്രയ്ക്ക് ഇമ്പാക്ട് തിയേറ്റർ ലൈക്ക് ഓഡിയൻസ് മൊത്തത്തിൽ ഇമ്പാക്റ്റോട്ടുള്ളതൊക്കെ തോന്നിയില്ല എനിക്ക്. പക്ഷേ പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. എന്താണ് ഒരു ഇതായിട്ട് തോന്നി? ഒരു മാസ് പ്രതീക്ഷ വരുന്നതുകൊണ്ടാണ് സ്ക്രിപ്റ്റിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ബിൽഡപ്പ് ചെയ്ത് വന്നിട്ട് ആ ഉണ്ടായ മാസ് മൊമെൻറ്റ്സ് അത്രയ്ക്ക് അടിപൊളിയായിട്ട് വന്നില്ല. തിയേറ്ററിലെ ആ എക്സ്പീരിയൻസ് അത്രയ്ക്ക് അടിപൊളിയായിട്ട് തോന്നിയില്ല. അതൊരുപാട് എക്സ്പെക്ട് ചെയ്തതിൻ്റെയാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഓവറോൾ പടം ഇഷ്ടപ്പെട്ടു. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സീൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ടോട്ടലി പറയുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ഓഡിയൻസ്, എങ്ങനത്തെ ഓഡിയൻസ് എന്ത് പ്രതീക്ഷ വന്നാലും ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. ഒന്നും പ്രതീക്ഷിച്ച് വരണ്ട, നിങ്ങൾ വന്ന് കണ്ടു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ലൈക്ക് പലർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് പലർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് വന്ന് കണ്ട് മാത്രമേ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ട്രെയിലർ കണ്ട ഹൈപ്പും പ്രതീക്ഷ ഒരിക്കലും ഈ സിനിമയ്ക്ക് വരരുത്. LJP മേക്കിംഗ് ഓക്കെ, പക്ക തന്നെ, ഫ്രെയിംസ് ഒക്കെ ഓക്കെ തന്നെ, പക്ഷെ എന്തോ പടം നമ്മൾ പ്രതീക്ഷ അത്രയും വന്നില്ല. കുഴപ്പമില്ലായിരുന്നു. ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. കുഴപ്പമില്ല, ഇരുന്ന് കാണാം. നോർമൽ സിനിമകളായിരിക്കുമല്ലോ. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു ഇങ്ങനെ ആയിരിക്കും തന്നെയാണ് പ്രതീക്ഷിച്ചത്. പുള്ളിയുടെ ശൈലി എടുത്തിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി പ്രഷർ ഇഷ്ടപ്പെടുമായിരിക്കും, യൂത്തിന് അങ്ങോട്ട് വിചാരിച്ചത്ര എത്തിയില്ല സത്യം പറഞ്ഞാൽ. പിന്നെ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഇന്റർവെല്ലിന് ശേഷമാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്. ഓവർ ഹൈപ്പ് ഇട്ടിട്ട് കാര്യമില്ല. പിന്നെ ഡയറക്ടറിന്റെ ഒരു ഇത് മേക്കിംഗ് സ്റ്റൈലും ഉള്ളായിരുന്നു. മേക്കിംഗ് സ്റ്റൈൽ കിടിലായിരുന്നു. ഡയറക്ടർ വൈസ് നോക്കുമ്പോൾ LJPയുടെ പടമൊന്നും അങ്ങനെ മാസല്ലല്ലേ. ഇപ്പം നമ്മൾ ജല്ലിക്കെട്ട് കണ്ടാലും അങ്ങനെ എല്ലാ പടം കണ്ടാലും അങ്ങനെയാണ്. ഐ മീൻ അത്രയും മാസൊന്നും പ്രതീക്ഷിക്കണ്ട. അത് ഇച്ചിരി കൂടെ സിനിഫൈലായിട്ടുള്ള അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഫ്രണ്ട്സ്, അപ്പോൾ വൈകിട്ടായപ്പോൾ റെസ്പോൺസൊക്കെ മാറിയിട്ടുണ്ട്. ആളുകൾ വലിയ പ്രതീക്ഷയില്ലാതെ വന്നവർക്കൊക്കെ സിനിമ ഒരുവിധം ഇഷ്ടപ്പെട്ടു. അവർ പ്രതീക്ഷ എന്താണോ അതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.